വഖഫ് ഭൂമികളുടെ രജിസ്ട്രേഷൻ സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. സമസ്ത ഉൾപ്പെടെ നൽകിയ അപേക്ഷകളാണ് സുപ്രീം കോടതി തള്ളിയത്. സമയം നീട്ടണമെങ്കിൽ ബന്ധപ്പെട്ട ട്രൈബ്യൂണലുകളെ സമീപിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഇപ്പോൾ എന്തുകൊണ്ട് ഈ ആവശ്യം കോടതി തള്ളുകയാണ്? അക്ഷയ, രാജ്യത്തെ ഈ വഖഫ് ഭൂമികളുടെ വിശദാംശങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി നീട്ടിക്കൊണ്ട് പൊതു ഉത്തരവ് ഇറക്കണമെന്ന ആവശ്യമാണ് സുപ്രീം കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്ത, അഗസ്റ്റ്യൻ ജോർജ് മസീഖ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഈ ആവശ്യം തള്ളിയിരിക്കുന്നത്. കേരള സംസ്ഥാന വഖഫ് ബോർഡ്, സമസ്ത ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് ഈ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. 2025 ഏപ്രിൽ 8 ഈ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നത്. വഖഫ് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ഉമീദ് പോർട്ടൽ ജൂൺ 6 നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ നിലവിൽ വന്നത് ജൂലൈ 3 ഈ പോർട്ടലിൽ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ തീയതി ഡിസംബർ 5 അവസാനിക്കാനിരിക്കെയാണ് ഇത്തരമൊരു ആവശ്യം സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് വഖഫ് ഭേദഗതി നിയമത്തിന്റെ 3B പ്രകാരം സമയപരിധി നീട്ടി നൽകാൻ ട്രിബ്യൂണലുകൾക്ക് അധികാരമുണ്ട് എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഈ വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ഹർജിക്കാരോട് സമയപരിധി നീട്ടിക്കിട്ടാൻ ബന്ധപ്പെട്ട ട്രിബ്യൂണലുകളെ സമീപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇവരുടെ ഈ ആവശ്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അക്ഷയ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.